Dear students, in the previous class we were discussing about EDP, Entrepreneurship Development Program. Today we are talking about phases of EDP and course content of EDP. First one, phases of EDP. An entrepreneurship development program consists of three broad phases. They are initial or pre-training phases, training or development phase, post-training or follow-up phase. As already said, EDP, Entrepreneurship Development Program, is a training program to inculcate entrepreneurial trait among the people. This program encompasses through these three phases: initial or pre-training phase, training or developmental phase, post-training or follow-up phase. First phase is pre-training phase. It includes the activities and preparation required to launch the training program. That means the activities and preparations required to implement the training program. അതായത് ഈ ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻ വേണോ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫേസാണ് പ്രീ ട്രെയിനിങ് ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ, ഡിസൈനിങ് ഓഫ് കോഴ്സ് കരിക്കുലം ഓർ കണ്ടൻറ്. ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിലൂടെ പർട്ടിക്കുലർ ട്രെയിനിങ്ങിലൂടെ എന്താണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ട്രെയിനിങ് സിലബസ് എന്താണ്, അല്ല എന്ത് കണ്ടൻ്റാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, എക്സ്പ്ലോറിങ് ആൻഡ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഫാക്കൽറ്റി ആൻഡ് റിസോഴ്സ് പേഴ്സൺ ആൻഡ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രെയിനിങ്. അതായത് ഈ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പേഴ്സണെ അല്ലെങ്കിൽ ഫാക്കൽറ്റി എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കണം ഈ ട്രെയിനിങ് എന്ത് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ഒരു എൻ്റർപ്രണോറിയൽ ടാലൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു നെക്സ്റ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇൻസേർഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ദാറ്റ് മീൻസ് പബ്ലിസിറ്റി ക്യാമ്പയിൻ ഫോർ ദ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റി ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും ഇതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിസിറ്റി ക്യാമ്പയിൻ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യുക. ദെൻ സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സ്. ദെൻ അപ്ലിക്കേഷൻ കിട്ടാം അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ആളുകളിൽ നിന്നും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിനെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ ട്രെയിനിങ് ഫേസിൽ വരുന്നത്. ട്രെയിനിങ്ങിൻ്റെ സിലബസ് പ്രിപ്പയർ ചെയ്യുക, ട്രെയിനിങ് കൊടുക്കാൻ ആപ്റ്റായിട്ടുള്ള ഫാക്കൾട്ടിയെ സെലക്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ദെൻ പബ്ലിസിറ്റി ക്യാമ്പയിൻ ഓർ അഡ്വർടൈസ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുക, ദെൻ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനെ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. The second phase is training phase. At this stage, the training program is implemented to develop motivation and skill among the selected participants, selected potential entrepreneurs. സെലക്ട് ചെയ്ത പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിൻ്റെ ഇടയിൽ എൻ്റർപ്രണോറിയൽ ടാലൻറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫേസിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് ട്രെയിനിങ് ഫേസ് എന്ന് പറയുന്നത്. Then the behavioral changes that need to be measured and monitored through the training programs. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരുന്നത്, ഈ ട്രെയിനീസിൽ എങ്ങനെയൊക്കെയാണ് ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഈ കുറച്ച് പോയിന്റ് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സെക്കൻഡ് ഫേസിൽ എൻ്റർപ്രണേഴ്സ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിൽ എൻ്റർപ്രണോറിയൽ ടാലൻറ്റ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റേസിങ് ദ മോട്ടിവേഷൻ ലെവൽ ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണേഴ്സിൻ്റെ മോട്ടിവേഷൻ ലെവൽ എന്ത് ചെയ്യുന്നു
റൈസ് ചെയ്യുന്നു. ചിലപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലേ അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തവരായിരിക്കാം. അവരെയൊക്കെ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെയുള്ള സെക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് അവരിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി അവരെന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് എ ഗോൾ ഡിറക്റ്റഡ് ബിഹേവിയർ പാറ്റേൺ. ഓരോ എൻ്റർപ്രണേഴ്സിലും ഒരു ഗോൾ ഡിറക്ഷൻ, ഒരു ഗോൾ അച്ചീവ്മെൻറ്റ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഒരു ഗോൾ ഉണ്ടായിരിക്കുകയും ഞാനത് അച്ചീവ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റേസിങ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ബിലീഫ്. ഓൾവേസ് ഒരു പോസിറ്റിവിറ്റി എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, അറൗസിങ് ആൻഡ് റേസിങ് ചേഞ്ച് ഓറിയൻറ്റഡ് ഇന്നൊവേറ്റീവ് സൈക്കിൾ. അതായത് അവരെ മെൻ്റലി ആയിട്ട് ഒരു ഇന്നൊവേറ്റീവ് പേഴ്സണാക്കി എന്ത് ചെയ്യുക, മാറ്റുക, അല്ലെങ്കിൽ അവരിൽ പുതിയതായിട്ട് വരുന്ന ചേഞ്ചസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ അവരെന്താക്കുക, പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ദെൻ അറൗസിങ് ആൻഡ് റേസിങ് സൈക്കി ഓഫ് റിസ്ക് സീക്കർ മെൻറ്റാലിറ്റി അവരിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഗുഡ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കണം, ഒരു റിസ്ക് ടേക്കർ ആയിരിക്കണം. റിസ്ക് എടുത്താൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, റിട്ടേൺ ഉണ്ടാവുന്നുള്ളൂ. ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ റെഡിയായ ആളായിരിക്കണം ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് സീക്കിംഗ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ ഡെവലപ്പിംഗ് എ ഹൈ ഡിഗ്രി ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡെവലപ്പിംഗ് എ സൈക്കോ ഓഫ് റെസ്പോൺസിബിലിറ്റി സീക്കർ. ഒരു ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിട്ട് പൊട്ടൻഷ്യൽ എൻ്റർപ്രണറെ ഡെവലപ്പ് ചെയ്യിക്കുക. ദെൻ ഡെവലപ്പിംഗ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്രിസർവൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. എല്ലാത്തിനോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു കമാൻഡിങ് പവറുള്ള ഒരാളാക്കിയിട്ട് ആരെ മാറ്റുക, ഈ ഒരു പൊട്ടൻഷ്യൽ എൻ്റർപ്രണറെ മാറ്റുക. ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള, അല്ലെങ്കിൽ അതിലെല്ലാത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാക്കി മാറ്റുക. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഫേസാണ് സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ട്രെയിനിങ് ഫേസ്. ദ തേർഡ് വൺ ഈസ് പോസ്റ്റ് ട്രെയിനിങ് phase. This phase involves the assessment to judge how far the objectives have been achieved. അതായത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന സ്റ്റേജാണ് ഏതെന്ന് പറയുന്നത് പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് phase എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് അസസ്മെൻറ്റ് ഓർ ജഡ്ജ് ഹൗ ഫാർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാം ഹാവ് ബീൻ അച്ചീവ്ഡ്. എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഇത് ഏതൊക്കെയുള്ളത് നോക്കൂ. റിവ്യൂ ദ പ്രീ ട്രെയിനിങ് വർക്ക്. അതായത് നമ്മൾ കൊടുത്ത ട്രെയിനിങ് വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. റിവ്യൂ ദ പ്രോസസ്സ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് പ്രീ ട്രെയിനിങ് വർക്കുകൾ റിവ്യൂ ചെയ്യുക. ട്രെയിനിങ് വർക്കുകൾ നമ്മൾ ഒരുപാട് സ്കില്ലുകൾ അല്ലേ, മെൻറ്റാലിറ്റികളൊക്കെ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ആൻഡ് റിവ്യൂ പാസ്റ്റ് ട്രെയിനിങ് അപ്രോച്ചസ്. പോസ്റ്റ് ട്രെയിനിങ് അപ്രോച്ചസിന് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ഈ റിവ്യൂ ഒക്കെ നടത്തിക്കൊണ്ട് എത്രത്തോളമാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തതെന്ന് മെഷർ ചെയ്യുന്ന ഫേസാണ് ഏതെന്ന് പറയുന്ന ഫോളോ അപ്പ് ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രെയിനിങ് ഫേസ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ഏതിൻ്റെ ഫേസ്, EDPയുടെ ഫേസ് എന്ന് പറയുന്നത്. പ്രീ ട്രെയിനിങ് ഫേസ് ആൻഡ് പോസ്റ്റ് ട്രെയിനിങ് ഫേസ്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോഴ്സ് കണ്ടന്റ് ആൻഡ് കരിക്കുലം ഓഫ് EDP. ഈ ഒരു EDPയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻ്റാണ് ഈ ഒരു റിസോഴ്സ് പേഴ്സൺ ഈ ഒരു പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ദെൻ പ്രധാനമായിട്ടും ഫസ്റ്റ് വൺ, ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കിൽ. എ പ്രോസ്പെക്റ്റീവ് എൻ്റർപ്രണർ മസ്റ്റ് ഹാവ് എ ഡീപ്പ് നോളേജ് ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ട്രേഡ് ഹീ ചൂസൺ. അല്ലേ, ഏതൊരു എൻ്റർപ്രണറും ഏത് ട്രേഡാണോ ആ വ്യക്തി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ട്രേഡിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം, ടെക്നിക്കൽ നോളേജും സ്കില്ലും ഉണ്ടായിരിക്കണം. ഫോർ ദിസ് പർപ്പസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ബേസ്ഡ് ഓൺ സൗണ്ട് തിയറി ഈസ് എസെൻഷ്യൽ. അതുകൊണ്ട് തന്നെ സൗണ്ട് തിയറി ബേസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ഈ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ നോളേജുകൾ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് ഏതിലൂടെ, EDPയിലൂടെ. ദെൻ സെക്കൻഡ് വൺ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്.
Development of achievement motives is quite essential for the human resource development. As already discussed, need for achievement is one of the important peculiarity or one of the important factor for ensuring entrepreneurial growth. So the purpose of achievement motivation training is to induce and increase the need for achievement among the participants. ഈ ഒരു പാർട്ടിസിപ്പൻസ് പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനിടയിൽ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ആ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗോൾ സീക്കിംഗ് ബിഹേവിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ തേർഡ് കണ്ടന്റ് ഈസ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. Project inputs are required to help potential entrepreneurs to develop their project idea into viable project. They should be given necessary guidance on product selection. Necessary knowledge about project feasibility, viability and implementation should also be given to the participants. ഒരു പ്രോജക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും ആ സെലക്ട് ചെയ്ത പ്രോജക്റ്റ് എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചും ട്രെയിനിങ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഈ പറയുന്ന പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ വയബിലിറ്റി, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഓരോ ഫേസും എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നോളേജ് മാർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഈ പറയുന്ന പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ EDPയിലൂടെ അതെന്ത് ചെയ്യപ്പെടുന്നു, പ്രൊവൈഡ് ചെയ്യപ്പെടും. ദെൻ ഫോർത്ത് വൺ, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ. In order to launch a new venture, the entrepreneur requires assistance and support of many institutions and agencies like bank, other financial institution, industrial service, etc. ഏതൊരു ന്യൂ ബിസിനസ് ലോഞ്ച് ചെയ്യണമെങ്കിലും ഒരുപാട് സപ്പോർട്ട് സർവീസസ് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് സർവീസസ് എന്നും എങ്ങനെയൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ അവരുടെ ഗൈഡൻസ് നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഫിഫ്ത്ത് വൺ, മാർക്കറ്റ് സർവേ. The participants should be given opportunity to actually conduct market surveys. എങ്ങനെ മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യാമെന്ന് ആരെ പഠിപ്പിക്കണം, പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിനെ പഠിപ്പിക്കണം. ഈ മാർക്കറ്റ് സർവേയിലൂടെ മാത്രമേ നമുക്ക് ഡിമാൻഡും സപ്ലൈ ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് വുഡ് ഹെൽപ്പ് ദം ടു അസസ് ദി മാർക്കറ്റിംഗ് അവന്യൂസ് അവൈലബിൾ ആൻഡ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് അവന്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഡിഫറെൻറ്റ് മാർക്കറ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർ സഹായിക്കുന്ന ഒന്നാണ് മാർക്കറ്റ് സർവേയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ സിക്സ്ത് വൺ, മാനേജേരിയൽ സ്കിൽ. Once a participant is able to start the business, he require managerial skill. അല്ലേ, നമ്മൾ ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, മാനേജേരിയൽ സ്കില്ല് വേണം. നോളജ് ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഷുഡ് ബി ഇൻകൾക്കേറ്റഡ് എമംഗ് ദി പാർട്ടിസിപ്പൻസ്. ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഇതിനെല്ലാം മാനേജ്മെൻറ്റിനെ കുറിച്ച് കറക്റ്റ് ഐഡിയ ഈ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിലേക്ക് എന്ത് ചെയ്യണം, ഇമ്പാർട്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. മാനേജറിയൽ സ്കിൽ ആർ പർട്ടിക്കുലർലി എസെൻഷ്യൽ ഫോർ സ്മോൾ സ്കെയിൽ എൻ്റർപ്രണേഴ്സ് ബിക്കോസ് ഹി കനോട്ട് അഫോർഡ് ടു എംപ്ലോയ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഇൻ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഒരു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പല പല ആളുകളെ, എക്സ്പേർട്ടുകളെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അത് ഒരു ലാർജ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അഫോർഡബിൾ ആണ്. പക്ഷേ ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഏരിയയും മാനേജ് ചെയ്യാൻ ഡിഫറെൻറ്റ് എക്സ്പേർട്ടിനെ വെക്കുക എന്നുള്ളത് അവർക്ക് ഒരിക്കലും എന്തല്ല, അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജറിയൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാനേജറിയൽ സ്കില്ല് ഏതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു, EDP പ്രോഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. Practical exposure is also necessary. Depending upon their products, the potential entrepreneurs may feel the need to gain more knowledge about the production process, factory layout, etc.
For this purpose, factory visit will have to be arranged. നമ്മൾ ഈ ഫസ്റ്റ് ഇത്രയും പറഞ്ഞ കണ്ടന്റിലൊക്കെ നമ്മൾ എന്താ കൊടുക്കുന്നത്, അതിൻ്റെ തിയറിയാണ് അല്ലേ. എന്താണ് മാർക്കറ്റ്, എന്താണ് സപ്പോർട്ട് സിസ്റ്റം, അതെങ്ങനെ കളക്ട് ചെയ്യാം, അങ്ങനെയുള്ള തിയറി ബേസ് ആണ്. അവർക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അവർക്ക് വേണ്ടത് എന്താണ്, ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറി ലേഔട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഫാക്ടറി വിസിറ്റ് ഈ പൊട്ടൻഷ്യൽ എൻ്റർപ്രണേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, പ്രോജക്റ്റ് പ്രിപ്പറേഷൻ. ഫൈനലി ഒരു പ്രോജക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ആരെ പഠിപ്പിക്കണം, പൊട്ടൻഷ്യൽ എൻ്റർപ്രണറെ പഠിപ്പിക്കണം. അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ടീച്ച് ദ പാർട്ടിസിപ്പൻസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് എ project, because the preparation of project report is very much essential to get financial support from bank and other financial institution. അല്ലേ, ഈ ഒരു മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് പ്രോജക്റ്റാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു റിപ്പോർട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, തയ്യാറാക്കി ആ ഒരു റിപ്പോർട്ട് അവിടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അത് സ്റ്റഡി ചെയ്തതിന് മാത്രമാണ് നമുക്ക് ആവശ്യമായ അസിസ്റ്റൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈസൻസ് കിട്ടാനും അതിനുള്ള ആവശ്യങ്ങൾക്കെല്ലാം എന്ത് പ്രിപ്പയർ ചെയ്യണം, പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കണ്ടൻറ്റ് ഏതിലുണ്ടായിരിക്കണം, EDPയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഏതിലൂടെ ഡെലിവർ ചെയ്യപ്പെടുന്നത്, EDP പ്രോഗ്രാമിലൂടെ ഡെലിവർ ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയായിരുന്നു, ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കിൽ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്, മാർക്കറ്റ് സർവേ, മാനേജീരിയൽ സ്കിൽ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, പ്രോജക്റ്റ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് EDPയുടെ ഫേസസ് പറഞ്ഞു. 3 ഫേസാണുള്ളത്. പ്രീ ട്രെയിനിങ് ഫേസ്, ട്രെയിനിങ് ഫേസ് ആൻഡ് പോസ്റ്റ് ട്രെയിനിങ് ഫേസ്, ദെൻ കണ്ടൻറ് ഓഫ് EDP. ഓക്കെ, താങ്ക് യു.